എവിടെ അവരാരും വിടില്ല. ബാവേ ആ ഫ്രിഡ്ജിൽ 2 സോഡ എടുത്തേ. ആ സുലൈമാനെ വിശ്വസിക്കാവോ? അനന്തനെ കണ്ടപ്പോ അവന്റെ കൈ പറച്ചതാ. എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നവനെ തൊടാനുള്ള ചങ്കുറപ്പ് തനിക്കില്ല. അത് ചോദിക്കാൻ വന്ന എന്നെ. നിന്റെ അച്ഛനെ കൊന്നവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. ഇവന് രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിക്കുന്നടാ. നിന്റെ ദിവസങ്ങൾ എണ്ണി വെച്ചോ. എന്താ തന്റെ പേര്? സുലൈമാൻ. സാർ, ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫിംഗർ പ്രിന്റും തോക്കിൽ കണ്ട ഫിംഗർ പ്രിന്റും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. താനാണോ അനന്തനെ കൊല ചെയ്തത്? അതെ. ഇയാളാണ് കൃത്യങ്ങളുടെ സാക്ഷി. സുലൈമാനാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈസ് എ സ്കേപ്പ് ഗോട്ട്. ആരാണ് അതിന് പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, പ്രതി കുറ്റം സംഭവിച്ചിട്ടുണ്ട്, അതിന് ദൃക്സാക്ഷികളുണ്ട്. അങ്ങനെയുള്ളപ്പോ അർജുൻ, ഐ ഹാവ് ലിമിറ്റേഷൻസ്. ഇതൊന്നും എന്റെ മാത്രം പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ശരി, നമ്മൾ പറഞ്ഞതനുസരിച്ച് സുലൈമാൻ പോലീസിന് കീഴടങ്ങി എന്നുള്ളത് വാസ്തവം. പക്ഷെ അവനാണ് അനന്തനെ കൊന്നതെന്നുള്ളത് ആരും വിശ്വസിച്ചിട്ടില്ല, പ്രത്യേകിച്ചും അനന്തന്റെ മകൻ അർജുൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചു ദിവസം നിങ്ങൾ ഇവിടെ ഒന്ന് വിട്ടു നിൽക്കണമെന്ന്. എല്ലാം ഒന്ന് തണുക്കട്ടെ. ഇഷ്ടമായില്ലെങ്കിൽ ശരി, ഞാൻ പറയും. പോലീസിനെ വിളിച്ചോണ്ട് അന്ന് രക്ഷപ്പെട്ടു. അവൻ അനന്തന്റെ മകനാ. അച്ഛൻ മരിച്ച കാര്യം അത്ര എളുപ്പത്തിലൊന്നും അവൻ മറക്കില്ല. അവനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അകത്താക്കാൻ പറ്റില്ലേ? പോലീസിന് ശമ്പളം കൊടുക്കുന്നതേ ചേക്കുടിയല്ല, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ. എല്ലാ ഓഫീസേഴ്സും CI ഭരതനും അല്ലെന്ന് ഓർത്തു. തിന്ന ചോറിന് നന്ദിയുള്ളതുകൊണ്ട് ഞാൻ പറയാ. വിവരമുള്ളവർ പറയുന്നത് കേട്ട് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. രണ്ടുപേരും മാറി നിന്നാ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? അല്ലെങ്കിൽ തന്നെ എത്ര ദിവസം വെച്ചിട്ടാ മാറി നിൽക്കുന്നേ? ഏതായാലും ഞാനിവിടെ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും പോവാ. അതാണ് ബുദ്ധി. അല്ലെങ്കിൽ തന്നെ ചെറിയാൻ കുഞ്ഞിനോട് അവന് കൂടുതൽ വൈരാഗ്യം. നീ വേണമെങ്കിൽ പോയിക്കോ, നമ്മൾ രണ്ടുപേരും കൂടി ഒളിച്ചു പോവാന്ന് വെച്ചാ നാണക്കേടാ. വരുന്നത് വരട്ടെ. എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. വണ്ടി വിടെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അച്ഛനോട് രാത്രി ഒന്ന് വിളിക്കാൻ പറ, ഞാൻ നാളെയോ മറ്റന്നാളോ എത്തും. ശരി, വെക്കട്ടെ. ചേക്കുടി ചെറിയാനെ, നീ ഒളിച്ചിരുന്നാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ?
അല്ല, ഇത് ആത്മഹത്യയല്ല, ആക്സിഡന്റും അല്ല, അവനെ കൊന്നാണ് വർഗിച്ചേട്ടാ. ഡോണ്ട് ബി പാനിക്, ഞാൻ ഉടനെ വരാം. അവനെങ്ങനെ മനസ്സിലാക്കി ചെറിയ കുഞ്ഞ് ആ ഹോട്ടലിലായിരുന്നു? എങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ, നടക്കണ്ട നടന്നു കഴിഞ്ഞില്ലേ? ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല, അവൻ എന്നെയും കൊല്ലും, അത് ഉറപ്പാ. താനൊന്ന് ഭയപ്പെടാതിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ മാത്തുക്കുട്ടി. ഹലോ, വർക്കി ഹിയർ. നാളെ സൂര്യൻ അസ്തമിച്ച് കാണാൻ ജീവിച്ചിരിക്കില്ലെന്ന് ആ ചേക്കുടി മാത്യുവിനോട് പറഞ്ഞേക്ക്. ഹലോ 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 ഹലോ. ആരാ ആരാ വിളിച്ച്? അർജുനല്ലേ? എന്താ പറഞ്ഞു? എന്നെ കൊല്ലുന്നല്ലേ? അവനല്ല വിളിച്ചത്. എനിക്കറിയാം, അവൻ തന്നെ, അവൻ എന്നെ കൊല്ലും. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടെ മാത്തുക്കുട്ടി. ആരോട് ചോദിച്ചിട്ടാണ് അനന്തനെ കൊന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ? എന്നിട്ട് ഇപ്പൊ ഭയന്ന് വിറച്ചിട്ടെന്താ കാര്യം? വർഗിച്ചായ അവനല്ല വിളിച്ചത്, റോങ് നമ്പർ ആയിരുന്നു. നീ വിഷമിക്കാതിരിക്കേ, നീ അകത്തേക്കല്ലേ, പോയി റെസ്റ്റിലേക്ക് ചെല്ലു മാത്തുക്കുട്ടി. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ചെല്ല് ചെല്ല്, അകത്തേക്കല്ലേ. ആരാ വിളിച്ചത്? അവനാ അർജുൻ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാത്തുക്കുട്ടി കൊല്ലുമെന്ന ഭീഷണി. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ഞാൻ നേരത്തെ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറെ ഫോഴ്സിനെ ഇങ്ങോട്ട് അയക്കാൻ ഏർപ്പാടും ചെയ്തു. ഇവിടെ മാത്രം പോരാ, സെമിത്തേരിയിലും വേണം. അവിടെ വരാനാ സാധ്യത. ഞാൻ മിനിസ്റ്റർ എന്ന് വിളിക്കട്ടെ? എന്നാ വിളിക്ക. ആംബുലൻസ് എത്തിയില്ല? ഇല്ല. ഇനി എത്താറായില്ലേ? എപ്പോഴാ പുറപ്പെട്ടത്? രാത്രി 12 മണിക്ക്. ഇപ്പൊ എത്തു. വരൂ. മാത്യുവിന് എങ്ങനെയുണ്ട്? അവന് ഭയങ്കര പേടിയാ. അവനെയും കൊല്ലുമെന്നാ ഭയം. ഇത്രയും വലിയ പോലീസ് ബന്ധുവസൊക്കെ ഉള്ളപ്പോഴോ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സിമിത്തേരിയില് അവിടെ 2 ബറ്റാലിയൻ ആംഡ് ഫോഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പള്ളിയിൽ നിന്ന് അച്ഛനെത്തിയോ? ആള് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. ആ മിനിസ്റ്റർ. അവിടെ എടുക്കൂ.
എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തുള്ളൂ. അതിനെന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് ദുഃഖമില്ല, കുറ്റബോധമില്ല. എന്നോട് ക്ഷമിക്കണം. എല്ലാം ഉപേക്ഷിച്ച് എന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നവളാണ്. എന്നിട്ട് ആരോരുമില്ലാത്തവരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.